എന്നെ ത്വരീഖത്തുകാരനാക്കിക്കോ, എന്റെ ജിഹാദിന്റെ പ്രവർത്തകനാക്കിക്കോ, എന്നെ പുത്തൻവാദിയാക്കിക്കോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നെ വിളിച്ചോ, ഞാൻ ആരും നിന്റെ പടച്ചവനറിയാ. പക്ഷെ എന്റെ സഹോദരങ്ങളെ, എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്തിരിയാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ എങ്ങനെ ജീവിച്ചാൽ അജ്മീറില്ലാതെ വിജയിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുന്നു. അജ്മീറിന്റെ മണമില്ലാറ്, അജ്മീറിന്റെ ഗുണമില്ലാറ്, അജ്മീറിന്റെ പൊരുത്തമില്ലാറ്, അജ്മീറിന്റെ ഗന്ധമില്ലാറ് ഈ ലോകത്തൊരു വിശ്വാസിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ സഹോദരങ്ങൾ? ഈ ചരിത്രം നിങ്ങൾ പഠിക്കുക, ഈ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കുക. പിറന്നു വീഴുന്ന സന്തോഷത്തോടെ ജീവിക്കുമ്പോ 14-ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെടുകയാണ്. പിന്നെ 1 കൊല്ലം മാത്രമാണ് ഉമ്മ ജീവിച്ചിരിക്കുന്നത്. 15-ാമത്തെ വയസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഉമ്മയും മരണപ്പെടുകയാണ്. ഉപ്പയില്ല, ഉമ്മയില്ല. 15 വയസ്സ് പൂർത്തിയായി. 9-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മുഴുവനും അൽഹംദുലില്ലാഹ് മനപാഠമാക്കുകയാണ്. 1.5 വയസ്സായപ്പോൾ ഖുർആൻ മുഴുവനും മനപാഠമാക്കുകയാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഒരു പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് ഖുർആന്റെ അത്ഭുതത്തെ ഇറക്കി വെച്ചു പോയാൽ അത് മുഴുവനും തകർന്നെടുന്ന് തരിപ്പണമായി പോകുമെന്ന് പറയുന്ന ഭയാനകരമാകുന്ന ഖുർആനിന്റെ പ്രകാശത്തിന്റെ പ്രഭവരുത്തുന്ന വചനങ്ങൾ മനോമുഖരത്തിലേക്ക് 9-ാമത്തെ വയസ്സിൽ സ്വീകരിച്ചു കൊടുത്ത് പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും മാറിയും മറിഞ്ഞു വരുന്നിട്ട് 14-ാമത്തെ വയസ്സിൽ ഉപ്പ പോയി, 15-ാമത്തെ വയസ്സിൽ ഉമ്മ പോയി. ആരോരുമില്ല. അനന്തര സ്വത്തായിട്ട് കൊടുത്തിട്ട് പോയതെന്തോ, അനന്തര സ്വത്തായിട്ട് കൊടുത്തിട്ട് പോയതെന്താ? മലബാറിന്റെ മണ്ണിൽ മറഞ്ഞു വീട് പോലെ പ്രിയപ്പെട്ട ഉപ്പതന്റെ മകനെ വിളിച്ച് അവസാന വസിയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. മക്കളെ, 10-200 ഏക്കറും വസ്തുക്കൾ വാപ്പച്ചി വാങ്ങിയിട്ടിട്ടുണ്ട്. അത് മുഴുവനും ഇനിയും എന്റെ മക്കളെ ആസ്വദിക്കേണ്ടത് നിങ്ങളാണ്, ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. പള്ളിക്ക് കൊടുക്കുക, യത്തീഖാനയ്ക്ക് കൊടുക്കുക, സാധുക്കൾക്ക് കൊടുക്കുക, പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലോകത്തോട് വിട പറയുമ്പോ അത് മുഴുവനും വിറ്റുപറക്കി കള്ളുകുടിച്ച് പെണ്ണ് പിടിച്ച് താന്തോനികളായി തോന്നിവാസത്തോടെ ജീവിക്കുന്ന പ്രിയപ്പെട്ട മക്കളൊക്കെ ഉണ്ട്. കബറിന്റെ അകത്ത് പോലെ സ്വസ്ഥതയില്ലാതെ കിടക്കേണ്ടി വരുന്ന എന്റെ മലബാറിന്റെ ഉപ്പ തങ്ങളുടെ ഉപ്പയും ഉമ്മയും ലോകത്തോട് വിട പറയുമ്പോ സഹോദരങ്ങളെ, ഒന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ കുടുംബത്തിന് സാമ്പത്തികമായിട്ട് എടുത്തു കാണിക്കാനൊന്നുമില്ല. പിന്നെ ഒരു ആശ്വാസത്തിന് അനന്തരസ്വത്തായിട്ട് ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയതെന്താ? ഒരാശ്വാസത്തിന് അനന്തരസ്വത്തായിട്ട് കിട്ടിയത് ഒരു മുന്തിരിത്തോട്ടവും ആ തോട്ടം നനയ്ക്കുന്ന വെള്ളം നനയ്ക്കുന്ന ഒരു പാത്രവുമാണ്.